സുന്നി യുവജന സംഘടനയുടെ മുഖം, കേരള യുവജന സമ്മേളനത്തിൻ്റെ ചാലകശക്തി, SYS പ്ലാറ്റിനം ഇയർ ആഘോഷ പരിപാടികളെ ജനകീയമാക്കിയ യാത്ര കേരളത്തിൻ്റെ മണ്ണും മനസ്സും ഇസ്ലാമിൻ്റെ മാനവിക ദർശനങ്ങളാൽ കുളിരണിഞ്ഞ ഐതിഹാസികമായ മാനവ സഞ്ചാരം നായകൻ, SYS കേരള അനിഷേധ്യനായ കാര്യദർശി, മർക്കസ് നോളജ് സിറ്റി MD ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ആമുഖ പ്രഭാഷണം നടത്തുന്നു. സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ നേതാക്കൾ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ സമാപിക്കുകയാണ്. ഇനി ഒരാഴ്ച സമയം ഇല്ല. ഒരു വർഷക്കാലം നീണ്ടുനിന്ന പ്ലാറ്റിനം ഇയർ പ്രോഗ്രാം കൈരളിയുടെ മണ്ണിൽ ഒട്ടേറെ പദ്ധതികളും പരിപാടികളും നടത്തുകയുണ്ടായി. സാഹിത്യനഗരമായ കോട്ടയത്ത് വിശുദ്ധ ഖുർആൻ അപഗ്രഥിച്ചുകൊണ്ടുള്ള സമ്മേളനം മാമൻ മാപ്പിള ഓഡിറ്റോറിയം നിറഞ്ഞ് നിന്ന വളരെ മഹത്തായൊരു സമ്മേളനമായിരുന്നു അത്. ഫിഖ്ഹിൻ്റെ കേന്ദ്രമായ പൊന്നാനിയിൽ ഫിഖ്ഹ് സമ്മേളനം, കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക ആത്മീയതയുടെയും അറിവിൻ്റെയും കേന്ദ്രമായ വളപട്ടണത്ത് ഹദീസ് അക്കാദമിക് കോൺഫറൻസ്, ആത്മീയതയുടെ അടിവേരുകൾ തേടി വന്നവർക്ക് ആത്മീയതയുടെ ശരിയായ പാത കാണിച്ചു കൊടുത്ത മഹത്തുക്കളായ പണ്ഡിതന്മാർ, ആത്മീയതയുടെ പേരിൽ വന്ന വ്യാജ വഴികളെ തടഞ്ഞു നിർത്തി നന്മയെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. തസവൂഫിൻ്റെ സമ്മേളനം കൊണ്ടോട്ടിയിൽ വെച്ച്, കരിപ്പൂർ എയർപോർട്ടിനടുത്ത് വെച്ച്, ഹജ്ജ് ഹൗസിൽ വെച്ച് നടക്കുകയുണ്ടായി. അഖീദ സമ്മേളനം മർക്കസിൽ വെച്ച്, കേരളത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ആദർശ സമ്മേളനങ്ങൾ യുവസമൂഹത്തിൻ്റെ ഓൺട്രപ്രണർഷിപ്പിൻ്റെ, കാർഷിക കൂട്ടായ്മകൾ, വ്യാവസായിക സംരംഭങ്ങൾ, വാണിജ്യ പരിശീലനങ്ങൾ, അങ്ങനെ പലതും. അവസാനമായി നടന്നതാണ് മാനവ സഞ്ചാരം. ഇനി ഈ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്, വെള്ളിയും ശനിയും ഞായറും പ്ലാറ്റിനം ഇയർ പ്രോഗ്രാമുകൾ സമാപിക്കുകയാണ്. വ്യാഴാഴ്ച എക്സിബിഷനും ബുക്ക് ഫെയറും എഡ്യൂസൈനും ആരംഭിക്കുകയാണ്. നാളെ പതാക ഉയരുകയാണ്. ആമ്പല്ലൂർ എന്ന് പറയുന്ന, എനിക്ക് കുറേ ദിവസം ഇവിടെ നിന്നപ്പോൾ തോന്നിയത് ആമ്പലൂർ എന്നാണ്. അല്ലൂരില്ല, ആമ്പലിൻ്റെ നാടാണത്. അവിടെ പരിസരത്തൊക്കെ ആമ്പലുകൾ കാണാനുണ്ട്. ആമ്പലൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം, അവിടെ വന്നാലേ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതിരപ്പള്ളിയുടെയും പാലപ്പിള്ളിയുടെയും കടവന്തറയുടെയും
എല്ലാം മലയോര വെള്ളച്ചാട്ടത്തിൻ്റെയും പച്ചപ്പുകളുടെയും ആനയിറക്കത്തിൻ്റെയും എല്ലാം തൃശ്ശൂർ നഗരത്തിൻ്റെ ചാരത്ത് കിടക്കുന്ന പ്രദേശമാണത്. അളഗപ്പ നഗർ എന്നാണ് പഞ്ചായത്തിൻ്റെ പേര് തന്നെ. തമിഴ് കുടിയേറ്റത്തിൻ്റെ ഒരു ചുവ ആ വാക്കിൽ തന്നെ ആസ്വദിക്കാൻ കഴിയും. ഹൈവേ ഓരത്ത് നടക്കുന്ന മഹത്തായ സമ്മേളനത്തിന് അതിവിശാലമായ പന്തലുകൾ ഉയർന്നു കഴിഞ്ഞു. 10,000 പേർക്കിരിക്കാവുന്നൊരു പന്തൽ, കൊച്ചു കൊച്ചു സമ്മേളനങ്ങൾക്ക് വേണ്ടിയുള്ള 5 പന്തലുകൾ, മറ്റ് സജ്ജീകരണങ്ങൾ. ആ കേരളത്തിൽ അങ്ങനെയൊരു സമ്മേളനം നടക്കുമ്പോൾ ഓരോ ദിവസവും വൈകുന്നേരം പൊതുസമ്മേളനമാണ്. 5 ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഒരു ദിവസം, ഒറ്റ ദിവസം ഒരു സമ്മേളനമായി സമാപിക്കാൻ അനുയോജ്യമായ ഇടം ഇല്ല എന്നതാണ് അതിൻ്റെ കാരണം. എല്ലാ ദിവസവും പൊതുസമ്മേളനം, എല്ലാ രാത്രികളിലും മഹോന്നതമായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം. പടിഞ്ഞാറുനിന്ന്, അമേരിക്കയിൽ നിന്ന് ഇസ്ലാമിക ആത്മീയ പണ്ഡിതൻ, കിഴക്ക് മലേഷ്യയിൽ നിന്ന്, ജോർഡാനിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ വരുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ ഭരണാധികാരികളും സഹഭരണാധികാരികളും ഭരണകൂട പ്രതിനിധികളും കലാ, സാഹിത്യ, സാംസ്കാരിക, ചിന്താ രംഗങ്ങളിലെ പ്രമുഖരും എല്ലാം അണിനിരക്കുന്ന മഹത്തായൊരു കോൺഫറൻസ് നടക്കുമ്പോൾ കൈരളിയുടെ വലിയൊരു ഭാഗം പുറം ലോകത്താണ്. 1,30,00,000 ആളുകൾ, ഇന്ത്യക്കാർ, ഇന്ത്യയുടെ പുറത്താണ്. കഴിഞ്ഞ 10 വർഷങ്ങളിലായി 18 ലക്ഷം ആളുകളാണ് ഇന്ത്യക്ക് പുറം നാടുകളിൽ പോയിട്ട് പുതിയ പാസ്പോർട്ട് എടുത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കിയിട്ടുള്ളത്. എന്നാൽ പാസ്പോർട്ട് ഒഴിവാക്കാതെ ഞങ്ങൾ ഈ നാടിൻ്റെ മക്കൾ തന്നെയാണ്, എന്നും അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു നിൽക്കുന്ന വലിയൊരു ലോകം. ഗൾഫ് രാജ്യം അവർക്ക് ഏറ്റവും കൂടുതൽ അഭയം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അവരെ സ്വീകരിച്ചിട്ടുള്ള, അവർക്ക് സൗകര്യങ്ങൾ നൽകിയിട്ടുള്ള ഒരു നാടാണ്. UAEയുടെ 53ാം നാഷണൽ ഡേ ആഘോഷിച്ചതിൻ്റെ ഭാഗമായി ആ ദിനങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന, ആ നാടിൻ്റെ നന്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇവിടെ SYS പ്ലാറ്റിനം ഇയറിൻ്റെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള ഈ ഒത്തുചേരൽ നടക്കുന്നത്. എന്ന് തുടങ്ങി, എന്തിനു വേണ്ടി പ്രവർത്തിച്ചു, ആരെ തന്നെ നയിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ബഹുമാന്യരായ അബ്ദുൽ അസീസ് സഖാഫി മമ്പാട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇനി എന്താണ് വേണ്ടത്? 60 വർഷം തികഞ്ഞപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് രൂപം കൊള്ളുന്നു. അതിനുള്ള പ്രഖ്യാപനം SYSൻ്റെ 60ാം വാർഷികത്തിൽ എഡ്രിക്കോട് വെച്ച് സംഭവിക്കുന്നു. 978 SYS വാർഷികത്തിലാണ് മർക്കസിന് തറക്കല്ലിടുന്നത്. 89 എറണാകുളം സമ്മേളനത്തിലാണ് ജില്ലകൾ തോറും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് പ്രഖ്യാപനമുണ്ടാകുന്നത്. മലപ്പുറം വാദിസലാമിൽ നടന്ന 40ാം വാർഷികവും കോഴിക്കോട്ട് നടന്ന 50ാം വാർഷികവും വലിയ ചരിത്രങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. 60ാം വാർഷികത്തിൻ്റെ ഉൽപ്പന്നം കേരള മുസ്ലിം ജമാഅത്തായിരുന്നു. അതോടുകൂടി SYS സമ്പൂർണ്ണമായ യുവത്വത്തിലേക്ക് കൈമാറുന്നതിൻ്റെ ഒരു തുടക്കമായിരുന്നു. ഇനിയും പൂർണ്ണമായും SYS യുവാക്കളായി മാറിയിട്ടില്ല എന്ന് അബ്ദുസലാം സഖാഫിയെയും എന്നെയൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു പുതിയ കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം യുവസമൂഹത്തെ കൂടുതൽ കാര്യക്ഷമമാക്കി രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. മാനവസഞ്ചാരത്തിൻ്റെ ഭാഗമായി ഓരോ ജില്ലകളിലും നടന്ന യുവജന സംഘടനാ പ്രതിനിധികളുടെ ടേബിൾ ടോക്ക്, എല്ലാ സംഘടനയും പ്രതിനിധികൾ പങ്കെടുത്തു. സാധാരണ ഇടത്തും വലത്തും ഇരിക്കുന്നവർ തമ്മിൽ സംസാരിക്കുമ്പോൾ താൻപോരിമയുടെ സംസാരങ്ങളാണ് ഉണ്ടാവുക, മൂപ്പിളമയുടെ സംസാരങ്ങളാണ് ഉണ്ടാവുക.
അവകാശവാദങ്ങളാണ് ഉണ്ടാവുക. എങ്കിൽ SYS സംഘടിപ്പിച്ച ടേബിൾ ടോക്കിൽ എല്ലാവരും ചേർന്ന് എല്ലാവരുടെയും ആവലാതികളെ പുറത്തെടുക്കുകയായിരുന്നു. എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അരാഷ്ട്രീയത പടരുന്നു, യുവാക്കളെ പൊതുപ്രവർത്തനത്തിന് ലഭിക്കുന്നില്ല, അവർ അവരിലേക്ക് തന്നെ ഒതുങ്ങുന്നു എന്നതാണ്. അതിൻ്റെ ഫലമായി മയക്കുമരുന്നിൻ്റെ വ്യാപനമുണ്ട്. പെൺകുട്ടികളിൽ വിവാഹത്തോടുള്ള താല്പര്യക്കുറവുണ്ട്. ആൺകുട്ടികളിൽ മൈഗ്രേഷൻ്റെ വലിയ ത്വരയുണ്ട്. നാടും വീടും വിട്ട് പറക്കാൻ, അന്യദേശത്ത് പോയി കുടിയേറാൻ, അവിടെ ഒരു ഫ്ലാറ്റും കാറും താനും തൻ്റെ കുട്ടികളും എന്നുള്ളതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചിന്ത വല്ലാതെ വളർന്നു വരുന്നുണ്ട്. സംഘടനകൾക്കെല്ലാം മെമ്പർഷിപ്പിൻ്റെ എണ്ണം കുറയുന്നില്ല എങ്കിലും പ്രവർത്തകരുടെ എണ്ണം വല്ലാതെ കുറയുന്നു. ഇതാണ് എല്ലാവരും ചേർന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. 10,000 യുവാക്കളെ, കേരള യുവാക്കളെ 3 ദിവസം അണിനിരത്തിക്കൊണ്ട് ഒരു വർഷക്കാലമായി നടന്നു വരുന്ന പരിശീലനങ്ങളുടെ ഒരു സമാപന പ്രോഗ്രാമാണ് ആമ്പലൂരിൽ നടക്കുന്നത്. അതൊരു ക്യാമ്പ് പ്രോഗ്രാമാണെങ്കിൽ ലക്ഷത്തിൽ പരം ആളുകൾ സംബന്ധിക്കുന്ന ബൃഹത്തായ സമ്മേളനമാണ് ഇതിലെല്ലാം ചേർന്ന് വരുന്നത്. യുവസമൂഹത്തെ ഉണർത്തണം. യുവാക്കളുടെ പ്രശ്നങ്ങൾ ഇന്ന് ഡിജിറ്റൽ വേൾഡാണ്. ഡിജിറ്റൽ വിദ്യാഭ്യാസമില്ലാതെ നമുക്കിന്ന് ജീവിക്കാൻ കഴിയുകയില്ല. പ്രായം ചെന്ന ആളുകൾ ക്യാമറകൾ വളരെ കൃത്യമായി പിടിച്ച് ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, അത് പൊതുമാധ്യമങ്ങളിൽ അവർ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 60ഉം 70ഉം കഴിഞ്ഞവർ. അങ്ങനെയുള്ളൊരു കാലത്ത് കൃത്യമായ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തെ പുതുതലമുറയെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. തൊഴിൽ മാർഗങ്ങളെ കാണിച്ചു കൊടുക്കുക എന്നതാണ് മറ്റൊന്ന്. ഡിജിറ്റലൈസേഷൻ ഓർ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാകുന്നു. നിലവിലുള്ള തൊഴിലുകൾ പലതും ഇല്ലാതാകുന്നു. അങ്ങനെ വരുമ്പോൾ തൊഴിലില്ലായ്മ മനുഷ്യനിൽ അരാജകത്വ ബോധമുണ്ടാക്കുന്നു. മനുഷ്യൻ അരക്ഷിതാവസ്ഥയിൽ നിന്ന് അലക്ഷ്യമായ രീതിയിലേക്ക് കടന്നു പോകുന്നു. അതില്ലായ്മ ചെയ്യാൻ മാറിവരുന്ന കാലത്തിനനുസൃതമായ തൊഴിലുകൾ സമ്പാദിക്കുന്നതിന് അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള വിശാലമായ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വലിയ വിദ്യാലയങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഇതെല്ലാം ഈ സമ്മേളനത്തിൻ്റെ ചർച്ചയുടെ വിഷയങ്ങളാണ്. തൊഴിൽ മുഖ്യമായ ഒരു ചർച്ചയാണ്. ആൻട്രപ്രണർഷിപ്പ്. ഗുജറാത്തിലെ മേമന്മാർ സേട്ടുമാരോട് ചോദിച്ചാൽ സേട്ടുമാർ ആർക്കും വഴിപ്പെടുകയില്ല. ആരുടെയും ഓഫീസറായി ജോലി ചെയ്യാൻ കിട്ടുകയില്ല. എല്ലാവരും സംരംഭകരായിരിക്കും. ബോറകളോട് ചോദിച്ചാലും അങ്ങനെ തന്നെയാണെന്ന് പറയും. മാർവാടികളും അങ്ങനെ തന്നെയാണ്. മാർവാടികൾ മറ്റൊരാളുടെ കൂലിപ്പണി എടുക്കുകയില്ല, അവർ പണി എടുപ്പിക്കുകയാണ് എന്ന് പറയാറുണ്ട്. മലയാളിയുടെയും അവസ്ഥ ഇന്ന് അങ്ങനെ തന്നെയാണ്. തൊഴിൽ ചെയ്യാൻ താല്പര്യം കുറഞ്ഞു വരികയാണ്. തൊഴിൽ ചെയ്യാൻ താല്പര്യം കുറഞ്ഞു വരുമ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി റോബോട്ടുകളും യന്ത്രങ്ങളും ഇവിടെ വരുമ്പോൾ പണിയെടുപ്പിക്കാനുള്ളൊരു മനോഭാവമെങ്കിലും ഉണ്ടായിത്തീരണം. അതിനാണ് ആൻട്രപ്രണർഷിപ്പുകൾക്ക് വലിയ പ്രോത്സാഹനം. സെൻട്രൽ ഗവൺമെൻറ് 10 കോടി മുതൽ 30 കോടി വരെ ആൻട്രപ്രണർഷിപ്പിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപേക്ഷകൾ പൂർത്തിയാക്കി കൊടുത്ത ആരുടെയും അപേക്ഷ നിരസിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. 10 കോടി ലഭിക്കണമെങ്കിൽ 5% നാം മുടക്കേണ്ടത്. ബാക്കി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് പലിശയ്ക്കുള്ള വായ്പയല്ല, ഈ സംരംഭം ചെയ്യാനുള്ള സംഭാവനയാണ്. 10 കോടി മുതൽ 30 കോടി വരെയാണെങ്കിൽ 15% ക്ലസ്റ്ററുകൾ ചേർന്നുകൊണ്ട് മുടക്കണം. അതിനൊക്കെ പരിശീലനം ഉണ്ടാകുമ്പോഴേ ചെയ്യാൻ കഴിയുകയുള്ളൂ. 140 സോണുകളിൽ 100 സോണുകളിൽ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശീലനം SYS കൊടുക്കുകയും അതിൽ 60ഓളം സോണുകൾ ചെറുതും വലുതുമായ സ്റ്റാർട്ടപ്പുകളുമായി രംഗത്ത് വരികയും ചെയ്തു.
ഇനിയും കൂടുതൽ പരിശീലനം കൊടുത്ത് യുവ സമൂഹത്തെ കൂടുതൽ സംരംഭകത്വ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഫൈനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തതിൻ്റെ വലിയ ഒരു ദുരന്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത്, എവിടെയാണത് സ്റ്റോർ ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് അതിന് പ്ലാൻ ചെയ്യേണ്ടത് എന്നറിയാതെ ആരുടെയെങ്കിൽ കയ്യിൽ ക്യാഷ് കൊടുക്കും. കച്ചവടം ചെയ്യാൻ വേണ്ടി കൊടുക്കും. കച്ചവടം പൊട്ടിയാൽ പിന്നെ എൻ്റെ കാശ് തിരിച്ചു വരൂ എന്ന് പറയും. കച്ചവടം തോറ്റാൽ പിന്നെ എങ്ങനെയാണ് ക്യാഷ് തിരിച്ചു കൊടുക്കുക? കൊടുക്കുമ്പോൾ കച്ചവടത്തിനാണോ കടത്തിനാണോ എന്നൊന്നും അങ്ങനെ വ്യക്തമല്ല. കൊടുക്കും, ലാഭം കിട്ടിയാൽ അത് വാങ്ങിക്കൊണ്ടേയിരിക്കും. നഷ്ടമായാൽ ഞാൻ തന്ന കാശ് തിരിച്ചു തരണം എന്ന് മാത്രം പറയും. വാങ്ങിയവനും നിശ്ചയമില്ല, കൊടുത്തവനും നിശ്ചയമില്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്ത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ് നിറയെയുള്ള ആയത്ത്. കോൺട്രാക്റ്റ് വേണം, ഡോക്യുമെൻറ്റേഷൻ വേണം, പരസ്പരം കരാറുണ്ടാകണം, അതിന് സാക്ഷിയുണ്ടാകണം. വളരെ വിശദമായി ഖുർആൻ പറയുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലും ഇക്കാര്യം ഉണർത്തുന്നുണ്ട്. അതൊന്നും അറിയാതെയും മനസ്സിലാക്കാതെയും സമ്പത്ത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നറിയാതെയും ടാക്സ് കൊടുത്താൽ പൊളിഞ്ഞു പോകുമെന്ന് ചിന്തിച്ച് മറച്ച് വെട്ടിച്ച് കച്ചവടം ചെയ്ത് അവസാനം ഒന്നായിട്ട് ടാക്സുകാരനുമെന്ന് കഴുത്ത് പിടിച്ച് ഞെരുക്കുന്ന അവസ്ഥകൾ. എന്നാൽ സമാധാനപരമായി ഉറങ്ങുന്ന രീതിയിൽ, എവിടെ ചെന്നാലും ആരോടും തുറന്ന പുസ്തകം പോലെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടുകൂടി നമ്മുടെ സമൂഹം മുന്നേറുമ്പോൾ മാത്രമാണ് ഒരു ഭദ്രതയുള്ള സമൂഹമായിട്ട് നമ്മൾ മാറുന്നത്. സുഭദ്രമായൊരു സമൂഹമായി നാം മാറേണ്ടിയിരിക്കുന്നു. അതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണ് യുവസമൂഹത്തിന് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊന്നും. കമ്മ്യൂണൽ ഹാർമണി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മാനവസഞ്ചാരത്തിലെ സൗഹൃദ നടത്തം അതിൻ്റെ ഭാഗമായിരുന്നു. സൗഹൃദ നടത്തം ഒരു ദിവസം തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ദിവസം അത് വലുതായി, പിന്നെ അത് വലുതായിക്കൊണ്ടേയിരുന്നു. ആ ആശയം ലോകം ഏറ്റെടുത്തു. ആ ആശയം എല്ലാവരും ഏറ്റെടുത്തു. അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞു. എത്രമാത്രം ആവശ്യമാണ് ഈ മാനവ സൗഹാർദ്ദം എന്നത് സമൂഹത്തിലേക്ക് ഇറങ്ങി ഈ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത്. എത്രമാത്രം ആഴത്തിലാണ് മുറിവേറ്റിട്ടുള്ളത്. അന്യമതക്കാരനെയോ അന്യജാതിക്കാരനെയോ അന്യ സമുദായക്കാരനെയോ എത്രമാത്രം ഭീതിയോടുകൂടിയാണ് കാണുന്നത്. അവൻ്റെ കടയിൽ കയറിയാൽ ഭക്ഷണം കഴിക്കാൻ ഒക്കുമോ? അതിലെന്തെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടാകും? എന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ കടയിൽ എന്തെങ്കിലും പ്രത്യേകമായ ചിഹ്നങ്ങളോ അടയാളങ്ങളോ വയ്ക്കുന്നത് അത് ചില ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയും മറ്റുള്ളവരെ വീഴ്ത്താൻ വേണ്ടിയുമാണ് എന്നൊക്കെയുള്ള വലിയ ഭീമാബദ്ധങ്ങൾ, വലിയ സത്യസന്ധമാണെന്ന രൂപത്തിൽ മനസ്സുകളിൽ തറച്ചിട്ടുള്ള, അയൽവാസികളിൽ വിശ്വാസം വരാത്ത നിലക്ക്, അത്ര വളരെ രൂക്ഷമായ നിലക്ക് പിടികൂടിയിട്ടുള്ള വർഗീയ ചിന്തകൾ, അപരദ്വേഷ മനോഭാവം, ഇത് ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഭാവി വളരെ കൂടുതൽ അസമാധാനത്തിൻ്റേതായിരിക്കും. ഭീതി നിറഞ്ഞ രാപ്പകലുകളായിരിക്കും. ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ ഇറങ്ങി നടക്കുന്നത് പോലെ ഇറങ്ങി നടക്കാനുള്ള ഒരു ധൈര്യമാർക്കും ഉണ്ടാവുകയില്ല. പക്ഷേ ഇത് വേണം എന്നെല്ലാവരും പറയുന്നുണ്ട്. മാനവസഞ്ചാരം അവസാനത്തേതല്ല. മാനവിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളാണ് SYS ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റു പ്രാദേശിക തലങ്ങളിലും കൂട്ടായ്മകളും കൂട്ടിയിരുപ്പ് കേന്ദ്രങ്ങളും ഗവൺമെൻറ്റിന് നമ്മൾ ചില പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. SYS തന്നെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായുള്ള വാർത്താമാധ്യമങ്ങൾ സൃഷ്ടിക്കൽ പോലുള്ള ഒട്ടേറെ പദ്ധതികൾ SYS ഈ കോൺഫറൻസിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നുണ്ട്, തുടക്കം കുറിക്കുന്നുണ്ട്. സോഷ്യൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ഇന്നിപ്പോൾ നമ്മുടെ സംഘടന എന്ന് പറയുന്നത്
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 26 തുടങ്ങി 50 ആയപ്പോഴാണ് വിദ്യാഭ്യാസ ബോർഡ് വരുന്നത്. 54 SYS വരുന്നത്. 73 SSF വരുന്നത്. പിന്നെ മുസ്ലിം ജമാഅത്തും മദ്രസ മാനേജ്മെൻറ്റും IPF-ഉം അങ്ങനെ പല സംഘടനകളും വന്നു. വർഗ ബഹുജന സംഘടനകൾക്ക് 60-ാം വാർഷികത്തിൽ പ്രഖ്യാപനമുണ്ടായെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായി വളർന്നു വന്നത് IPF, ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ ഫോറം. ലോയേഴ്സിൻ്റെ ഫോറമുണ്ട്, ഡോക്ടേഴ്സ് മെഡിക്കൽ ഫോറമുണ്ട്, അതുപോലെ തന്നെ ഇക്കണോമിക് ഫോറമുണ്ട്, മറ്റ് പല അധ്യാപകന്മാരുടെ ഫോറങ്ങളുണ്ട്. എന്നാൽ ഇനിയും ഒട്ടേറെ ഫോറങ്ങൾ, അതുപോലെ കർഷകരുടെയും കച്ചവടക്കാരുടെയും നിരവധി സംഘങ്ങൾ നമുക്ക് വരേണ്ടതുണ്ട്. അതുപോലെ സാംസ്കാരിക രംഗത്ത് തനിച്ച് മുന്നേറുന്ന ആക്ടിവിസ്റ്റുകളായി നമ്മുടെ പ്രവർത്തകർ പലരും മാറേണ്ടതുണ്ട്. നാടിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിലേക്ക് പലതരം സാമൂഹിക ആക്ടിവിസത്തിലേക്ക് സമൂഹത്തെ പരിശീലിപ്പിക്കുക എന്നത് ഈ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രാദേശിക ചരിത്രാന്വേഷണം. ഇക്കഴിഞ്ഞ ദിവസം ചാലിയത്ത് ഒരു ചരിത്ര സമ്മേളനം നടന്നു. ബേപ്പൂർ, ചാലിയത്തിൻ്റെയും ബേപ്പൂരിൻ്റെയും പത്തേമാരിയുടെയും കലാസികളുടെയും കഥകൾ പറയുന്ന ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും നൂറുദ്ദീൻ ഷെയ്ഖിൻ്റെയും ചരിത്രമോർക്കുന്ന, സാമൂതിരിയുടെയും ജിഫ്രിത്തങ്ങളുടെയും പോർച്ചുഗീസുകാരൻ്റെ ആക്രമണത്തിൻ്റെയും കുഞ്ഞാലിമാരുടെ ചെറുത്തുനിൽപ്പിൻ്റെയും ചരിത്രങ്ങൾ വരും തലമുറ മറന്നുപോകും. ഇത് ചാലിയത്തിൻ്റെയും ബേപ്പൂരിൻ്റെയും മാത്രമല്ല, വെളിയങ്കോടിൻ്റെയും പൊന്നാനിയുടെയും വളവട്ടണത്തിൻ്റെയും മാത്രമല്ല, കാസർഗോഡിനും തലശ്ശേരിക്കും താനൂരിനും ആലപ്പുഴയ്ക്കും കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ ഓരോ കൊച്ചു ഗ്രാമങ്ങൾക്കും വലിയ ചരിത്രങ്ങൾ പറയാനുണ്ട്. വയനാട്ടിലെ പഴഞ്ചന എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു പഴയ മസ്ജിദ്, ആ മസ്ജിദിൻ്റെ മിമ്പർ മഖ്ദൂം തങ്ങൾ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറയുമ്പോൾ അതേതു വർഷമായിരുന്നു, അന്ന് ഏത് വാഹനമായിരുന്നു സഞ്ചരിച്ചത്, ഏത് ചുരമാണുണ്ടായിരുന്നത്, അന്ന് മോട്ടോർ വാഹനങ്ങളില്ലാത്ത കാലമായിരുന്നുവല്ലോ എന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? കാളവണ്ടിയുടെ യുഗവും അതിനു മുമ്പുള്ള നടന്നു സഞ്ചരിക്കുന്ന കാലവും പാലങ്ങളും മറ്റു വഴികളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് വെള്ളവും പുഴയും ബാക്ക് വാട്ടറും തടാകങ്ങളും നിറഞ്ഞു നിന്ന ഒരു കേരളത്തിൻ്റെ ജീവിത രീതി എന്തായിരുന്നു? അന്ന് എങ്ങനെയാണ് ഈ നിറവെളിച്ചം സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന വലിയ ചരിത്രം നാം ഓർക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്ക് വേണ്ടി അത് എഴുതി വെക്കേണ്ടതുണ്ട്, അത് ആവിഷ്കരിക്കേണ്ടതുണ്ട്, അത് ഡോക്യുമെൻറ്റേഷൻ നടക്കേണ്ടതുണ്ട്, ഡോക്യുമെൻ്ററികൾ ഇറങ്ങേണ്ടതുണ്ട്. ഈ പ്രാദേശിക ചരിത്ര പഠനം SYS പ്ലാറ്റിനം ഇയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. പലതിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി വിശാലമായ തുടക്കം തന്നെയാണ് ഈ ഒരു സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ലോകം കത്തിക്കൊണ്ടിരിക്കുന്നു, ഉഷ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വീടുകളിലെല്ലാം AC-കൾ വർദ്ധിക്കുന്നു. അത് 16-ലും 17-ലും വെച്ച് അകം തണുപ്പിക്കുമ്പോൾ പുറം ചൂടായിക്കൊണ്ടേയിരിക്കുന്നു. പല കായ്കനികൾ നേരത്തെ ഉള്ളതൊന്നും ഇപ്പോഴുണ്ടാകുന്നില്ല. പല മരങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. സസ്യലതാദികളും ജൈവ വൈവിധ്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പഴയതിനെ തിരിച്ചു കൊണ്ടുവരണം. വരും തലമുറക്കും ജീവിക്കണം, അവർക്കും ഇതൊക്കെ ഉൾക്കൊള്ളണം. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും നഗരത്തിലേക്ക് വന്ന് എവിടെയെങ്കിലും ഒരു ചെറിയ ഫ്ലാറ്റ് വാങ്ങി അതിനുള്ളിൽ താമസിച്ച് പുറത്തിറങ്ങാൻ സ്ഥലമില്ല, അങ്ങനത്തെ സ്ഥലങ്ങളിൽ കുടിയിരിക്കുന്ന ഒരു തിക്ക് നാഗരിക സ്വഭാവത്തിലേക്കൊരു ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ യൂറോപ്യന്മാർ ഇന്ന് ഗ്രാമങ്ങളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിലുള്ളൊരു ഫ്ലാറ്റ് വിട്ട് പുറത്തെവിടെയെങ്കിലും ചെന്ന് 1 ഏക്കർ ഭൂമി വാങ്ങി അവിടെ ഒരു കിണറും ഒരാലയും ഒരാട്ടിൻകൂടും പൂച്ചയെ വളർത്തി കോഴികളെ പോറ്റി മണ്ണിലും ചളിയിലും ഇറങ്ങി കുട്ടികൾ അങ്ങനെ ജീവിക്കുക. സ്കൂള് വീട്ടിൽ നിന്ന് തന്നെ ഹോം സ്റ്റഡിങ്
എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് സ്കൂൾ പഠിക്കുക എന്നത് യൂറോപ്യൻ സമൂഹത്തിലും ഓസ്ട്രേലിയൻ സമൂഹത്തിലൊക്കെ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുന്നത് സ്കൂളിൽ ചെന്ന് കുറേ സമയം നമ്മുടെ കുട്ടികൾ ആരുടെയോ കൂടെ നിൽക്കുന്നു, ആർക്കോ അടിമപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ അവരുടെ സ്വത്വം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചിന്തിക്കുന്നൊരു കാലം. യഥാർത്ഥത്തിൽ ഗുരുകുലത്തിൻ്റെയും പൗരാണിക മശായിഖന്മാരുടെ കീഴിലും പഠിച്ചിരുന്നൊരു കാലത്ത് ഓർത്തുകൊണ്ട് അതിനാണ് ഇന്നിപ്പോൾ ഓൺലൈൻ സ്കൂളുകൾ വ്യാപകമാകുന്നത്. കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുന്നു. ഡൽഹി ഗവൺമെൻറ് കെജ്രിവാളിൻ്റെ സ്കൂള് 8ാം ക്ലാസ് മുതൽ കെജ്രിവാളിൻ്റെ സ്കൂൾ ലോകത്താർക്കും പഠിക്കാം, സൗജന്യ പഠനമാണത്. നമ്മളിപ്പോൾ മർക്കസ് നോളജ് സിറ്റിയിലും IPF-ഉം ചേർന്നുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള മീം പ്ലാറ്റ്ഫോം, മദ്രസ പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ ഡൽഹി സ്കൂളിൻ്റെ ഓൺലൈൻ സ്കൂളിങ് പഠിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യം ചെയ്യാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീടുകളിൽ ചെന്ന് പഠിക്കുക. അപ്പോൾ കുട്ടികൾ വീട്ടിലിരുന്ന് മാതാപിതാക്കളോടൊപ്പം കൃഷിയിലും മറ്റുമൊക്കെ ചേർന്ന് അതോടൊപ്പം പഠനവും നടത്തുക എന്നതാണ് ഇന്ന് ആലോചിക്കുന്നത്. മർക്കസിൻ്റെ മറ്റൊരു സ്കൂള് ഇന്നിവിടെ ഉസ്താദ് ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. മർക്കസ് ഇൻ്റർനാഷണൽ ഹൈബ്രിഡ് സ്കൂൾ. നമുക്ക് എല്ലാ സ്ഥലത്തും സംവിധാനങ്ങളുള്ളത് കൊണ്ട് തന്നെ ഓൺലൈൻ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ സമൂഹത്തെ കണ്ടറിയുകയും വേണം. അതിനുവേണ്ടി മാസത്തിൽ 1 or 2 തവണ കൂടിയിരിക്കാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഹൈബ്രിഡ് സ്കൂൾ സിസ്റ്റം. ഞാൻ പറഞ്ഞു വന്നത്, പരിസ്ഥിതിയോട് കൂടുതൽ ചേർന്ന് ജീവിക്കുക എന്നത് മനുഷ്യൻ്റെ ആവശ്യമാണ്. ഇവിടെ വിദേശ രാജ്യത്തേക്ക് വന്നാൽ നമുക്ക് കുടിക്കാൻ വെള്ളം കുപ്പിയിലാണ്, ഭക്ഷിക്കാൻ ഭക്ഷണം ലഭിക്കുന്നത് അലൂമിനിയത്തിലോ പ്ലാസ്റ്റിക്കിലോ ആണ്. അത് ആണെങ്കിൽ തന്നെ അതെല്ലാം എവിടെ നിന്നോ ഏതോ കാലത്ത് പുറപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ രോഗികളായി മാറുന്നുണ്ട്. സ്വന്തം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നവരാണെങ്കിൽ പോലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഉണ്ടാക്കിയ ഭക്ഷ്യവസ്തുക്കൾ അല്ലാതെ മനുഷ്യർ പെട്ടെന്ന് തന്നെ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി തൃശ്ശൂരിൽ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചേംബർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് ചാവക്കാട് സോണിൻ്റെ ടേർമറിക് പ്രൊഡക്റ്റാണ് ഉദ്ഘാടനം ചെയ്തത്. ചാവക്കാട്ടെ ആ ഗ്രാമത്തിൽ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾ പൊടിച്ച് അത് ഓർഗാനിക് ടർമറിക് വിതരണം ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഗ്രീൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് ആട് വരുന്നു, മലപ്പുറത്തുനിന്ന് പച്ചക്കറി വരുന്നു, എറണാകുളത്തുനിന്ന് പോത്തു വരുന്നു, പാലക്കാട്ട് നിന്ന് അരി വരുന്നു. ഇത് കേവലം ഒരു ധനാഗമനത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ വിഭവ സമാഹരണത്തിൻ്റെയോ മാത്രം ഭാഗമായിട്ടല്ല. നേരത്തെ തന്നെ ഓർഡർ ചെയ്ത് ഗ്രാമങ്ങളിൽ അവർ കൃഷി ചെയ്ത്, അങ്ങനെ അവർ കൃഷി ചെയ്ത നെല്ലിൽ നിന്ന് നെല്ല് കൊണ്ടുവരിക, അവർ വളർത്തിയ ആടിനെ കൊണ്ടുവരിക, അതൊരു ശീലം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളൊരു സമൂഹം വളർന്നു വരുമ്പോഴാണ് നമ്മുടെ പഴമയോ അല്ലെങ്കിൽ ആരോഗ്യമോ പാരിസ്ഥിതികമായ നന്മകളോ നിലനിൽക്കുന്നത്. അതിൽ SYS മുന്നോട്ട് വെക്കുന്ന ആശയത്തെ എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവർക്കും അതിൻ്റെ ഭാഗമായി മാറാൻ കഴിയുക, ജാതിയുടെയും മതത്തിൻ്റെയും അപ്പുറത്തേക്ക് ഈ ഒരാശയത്തെ കൂടുതൽ വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഈ സമ്മേളനത്തിൻ്റെ അല്ല, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നു വരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ മുന്നോട്ട് വച്ചിട്ടുള്ളത് ആൻറ്റി ഡ്രഗ്, നാർക്കോട്ടിസത്തിനെതിരെ ഇലക്ട്രോണിക് യന്ത്രങ്ങളിലൂടെയും അല്ലാതെയും പലതരത്തിലായി മയക്കുമരുന്നിൻ്റെ വൈവിധ്യങ്ങൾ കൊച്ചുകുട്ടികളുടെ നാവിനടിയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന, അവരുടെ പുസ്തകത്തിൻ്റെ ചട്ടയിൽ പതിയിച്ചു വയ്ക്കുന്ന, ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ മെല്ലെ മെല്ലെ മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറുന്ന, അതിൻ്റെ ഉപഭോക്താക്കളായി മാറുന്ന, പിന്നീട് അതിൻ്റെ വാണിജ്യം നടത്തുന്ന വലിയൊരു മാഫിയ ലോകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. യുവസംഘടനകളെല്ലാവരും ചേർന്ന് പറഞ്ഞു, ഞങ്ങൾ അതിനെതിരെ ക്യാമ്പയിൻ നടത്താറുണ്ട്, ഞങ്ങളും നടത്താറുണ്ട്, പക്ഷേ ഫലം കിട്ടുന്നില്ല. എല്ലാവരും ചേർന്നൊന്ന് നടത്തിയാൽ ഇല്ലാതാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അതിലെല്ലാം ചേർന്ന് നിൽക്കുന്നവരിൽ ഭരണം നടത്തുന്നവരുണ്ടാകാം, ഉദ്യോഗസ്ഥന്മാരുണ്ടാകാം, പോലീസുകാർ തന്നെ ഉണ്ടാവാം. നമ്മുടെയൊക്കെ കൂടെ നിൽക്കുന്ന നന്മയുടെ വാഹകരാകേണ്ട മക്കളുണ്ടാകാം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അത് വിഭാടനം ചെയ്യുക
അതിനുവേണ്ടി പലതരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിക്കൽ എല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. വിശദമായി സംസാരിക്കാൻ സമയം ഇല്ല. ഇൻഷാ അള്ളാ നിങ്ങളെല്ലാവരും മീഡിയ മിഷൻ്റെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സമ്മേളനത്തിൻ്റെ മുഴുവൻ രംഗങ്ങളെയും അതിൻ്റെ വിഷ്വലുകളും ഓഡിയോസും ഒപ്പിയെടുക്കുന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വീടുകളിൽ ലഭിക്കുന്നതിന് സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ കൂടുതലായി ശ്രദ്ധിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർത്തിക്കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുകയും വേണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. ബഹുമാന്യരായ ഡോക്ടർ അബ്ദുസ്സലാം മുസ്ലിയാർ അവർകൾ മറ്റു കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. ബഹുമാന്യരായ സയ്യിദ് ഫضൽ ആയിദുറൂസി നമ്മുടെ സമ്മേളനത്തിൻ്റെ കൺവീനറാണ്. അവിടെ നിന്ന് കാര്യങ്ങൾ തിരിക്കേണ്ട ഒരു സമയമാണെങ്കിലും ചക്രം ശരിക്ക് തിരിയണമെങ്കിൽ അവിടെ മാത്രം നിന്നാൽ പോരാ എന്ന തിരിച്ചറിവിൽ നിന്നാണ് വളരെ തിരക്ക് പിടിച്ച ഈ ദിവസങ്ങളിൽ UAE-യിൽ നിങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ഫضൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം സംസാരിക്കും. അതുപോലെ നമ്മുടെ മറ്റ് നേതാക്കളും സംസാരിക്കും. ഉസ്താദിനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ബദർ ഉസ്താദാത്തും പേരോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ സദസ്സിനെ അനുഗ്രഹിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ നീട്ടുന്നില്ല. ഇൻഷാ അള്ളാ ഈ ഒരു സന്ദേശത്തെ മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം, ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരു ബോധത്തിലേക്ക്, മനുഷ്യൻ്റെ നനോന്മുഖമായ ജീവിതത്തിലെ മുഴുവൻ ഉത്തരവാദിത്വത്തിലേക്കും അവരെ എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യത്തിൻ്റെ മഹാപൂർത്തീകരണത്തിന്, അതിനുവേണ്ടി വലിയൊരു സമൂഹത്തെ തയ്യാർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നാം ഈ സമ്മേളനം നടത്തുന്നത്. സമ്മേളനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ വലിയ സംരംഭങ്ങളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കേണ്ടത്, സമയം ചെലവഴിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾക്കാണ് എന്ന് ആധുനിക യുഗത്തിൽ നാം പറയേണ്ടതില്ല. കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നത് 30,000 രൂപയാണെങ്കിൽ സോഫ്റ്റ്വെയർ വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നത് 10 ലക്ഷം രൂപയായിരിക്കും. അതുപോലെ നമ്മളൊരു സ്ഥാപനം, ഒരു കെട്ടിടമുണ്ടാക്കാൻ ചെലവഴിക്കുന്നത് 10 ലക്ഷമോ 50 ലക്ഷമോ ആണെങ്കിൽ അതിലേക്കുള്ള മാനവിക മനുഷ്യ വിഭവത്തെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടത് അതിൻ്റെ എത്രയോ 10 മടങ്ങാണ്. ആ മൂല്യത്തെ ടാഞ്ചിബിളല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ളൊരു കൃത്യമായൊരു ബോധം നമുക്ക് നന്നായി വരേണ്ടതുണ്ട്. ഇൻഷാ അള്ളാ നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.